സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. പ്രീസലോ ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രീസലോട് മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. പ്രീസലാമേ, ഇവിടെ വായിച്ചതായ തിരുവചനം പ്രീസലാമേ പ്രശസ്തമായ ഒരു വചനമാണ്. കാരണം തന്നെത്താൻ താഴ്ത്തുന്നവരെ ദൈവം ഉയർത്തുന്നു, തന്നെത്താൻ തന്നെ ഉയർത്തുന്നവരെ ദൈവം താഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു ആലോചനയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിൻ്റെ പ്രീസലാമേ കെടുതികൾ വലിയ സംഭവങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മറ്റൊരു രാജ്യമായി പ്രീസലോ യുദ്ധത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക, ഇന്ത്യയ്ക്കായി പ്രാർത്ഥിക്കുക, രാജ്യങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഐക്യതയും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുവാൻ ദൈവം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം പ്രീസലോ മനുഷ്യരെല്ലാം ഒന്ന് തന്നെയാണ്. എന്നാൽ അഭിപ്രായങ്ങളിലും പല വിധത്തിലുള്ളതായ രാജ്യങ്ങളിലുള്ളതായ ഭിന്നിപ്പുകളൊക്കെ ചേർന്നാണ് ഇങ്ങനെ സംഭവങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളൊക്കെ ഉണ്ടാകുമെന്ന പ്രവചനത്തിൽ ഉള്ളതാണ്. എങ്കിലും നാം സമാധാനപ്പെടുക. ദൈവം എല്ലാത്തിനും പരിഹാരം തരുവാൻ ശക്തനായ ദൈവമാണ്. നമുക്ക് ദൈവ ആലോചനകളിലേക്ക് കടന്നു വരാം. പരിശുദ്ധാത്മാവേ സ്തോത്രം. ലോകത്തിൽ മനുഷ്യൻ ഫലവതമായി ഉയർത്തുന്നവരാണ്. പരിശുദ്ധാത്മാവേ താഴ്ത്തി പറയുന്നവരാരുമില്ല. പരിശുദ്ധാത്മാവേ സ്തോത്രം. ഞങ്ങൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു, വലിയ ചുറ്റുപാടുകളായിരുന്നു, ഞങ്ങൾ നല്ല നിലയിലാണ് ജീവിച്ചത്, ഒന്നിനും കുറവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും മറ്റുള്ളവരോട് പറയുന്നവരാണ്. ആരും ഒന്നും പ്രീസലാമെ താഴ്ത്തി സ്വന്തമായി പറയുന്നവർ കാണാൻ കഴിയുന്നില്ല. തന്നെത്താൻ പൊക്കി പറയുന്നവരാണ് പലരും. ചിലർ പറയുന്നത് ഞാൻ പണ്ട് സുവിശേഷ വേലയിലായിരുന്നു, അന്നൊക്കെ ദൈവം കരമെടുത്ത് ഉപയോഗിച്ചു, ഇന്ന് ദൈവം അങ്ങനെ എടുക്കുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട്. പണ്ട് നല്ല പ്രസംഗങ്ങളായിരുന്നു, ഞങ്ങൾ പ്രസംഗിക്കും എന്ന് പറഞ്ഞ് ഉയർത്തുന്നവരുണ്ട്. എനിക്ക് പാടാൻ കഴിയും, പ്രസംഗിക്കാൻ കഴിയും എന്നുള്ള തന്നെത്താൻ താഴ്ത്തി പറയാതെ പുകഴ്ത്തി പറയുന്നവരാണ് പലരും. പ്രീസലാമി സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യും? പ്രീസലാമി ജീവിതത്തിൽ നമുക്ക് ഉയർത്തി പറയുമ്പോൾ, നമുക്ക് സ്വന്തമായി ഉയർത്തി പറയുമ്പോൾ നമുക്ക് ഉയർച്ച ഉണ്ടാവില്ലെന്നാണ് ഇവിടെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഏതവസ്ഥയിൽ ഇരുന്നാലും നമ്മൾ ഉള്ളത് പറയുമെങ്കിൽ, ഉള്ള അവസ്ഥ പൊക്കി പറയേണ്ട കാര്യമില്ല. തന്നെത്താൻ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ നാം പ്രീസലോ പറയുമ്പോൾ ദൈവം പ്രീസലോ അതിനുള്ള മറുപടി അനുഗ്രഹങ്ങൾ ദൈവം തരുവാനിടയായിത്തീരും. പ്രീസലാമേ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവിത മേഖലകളിൽ പോലും ആർക്കും താഴ്മയായി ജീവിക്കാൻ പലർക്കും താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ പ്രീസലാമേ ഹല്ലേലൂയ, മറ്റുള്ളവരുടെ നടുവിൽ എന്തൊക്കെ ഉണ്ട് എന്ന് കാണിച്ച് ജീവിക്കുന്നവരുണ്ട്. പ്രീസലാമേ സ്തോത്രം. വലിയ ഉന്നത ഭാവത്തിൽ ജീവിക്കുന്നവരുണ്ട്. താഴ്മയിൽ
ഇതിലോട്ട് താഴ്മ ഇല്ലാത്ത മനുഷ്യർ ലോകത്തുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിൽ ജീവിക്കുന്നത്, തന്നെത്താൻ പുകഴ്ത്തി ജീവിക്കുന്നവരുണ്ട്. ഇവരുടെ ദൈവസന്നിധിയിൽ നമുക്കൊന്നുമില്ല എന്ന് സമർപ്പിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ദൈവം തന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും പ്രശംസിക്കാനൊന്നുമില്ല. കാരണം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉയർച്ചയുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. പലരും തന്നെത്താൻ പുകഴ്ത്തി പറയുന്നവരുണ്ട്. സ്തോത്രം. തന്നെത്താൻ തന്നെ പ്രൈസലാമേ ഹല്ലേലൂയ നടന്നു പോകുന്നു. മറ്റുള്ളവരെയും കാഴി എനിക്ക് എന്തെങ്കിലും ഉണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ള രീതിയിലുള്ള പോകുന്ന അനേകരെ ലോകത്ത് കാണാൻ കഴിയും. നോക്കി, കർത്താവായ യേശു ക്രിസ്തു എല്ലാം ഉണ്ടായിട്ട് സ്വർഗത്തിൻ്റെ സിംഹാസനത്തിലിരുന്ന ദൈവ ഭൂമിയിൽ പ്രൈസലാമേ ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നത്. വെറും ഒരു മനുഷ്യനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ ആയിരുന്നു കർത്താവായ യേശു ക്രിസ്തു. കാരണം എല്ലാം ഉണ്ട് കർത്താവിന്, പക്ഷെ ഒന്നുമില്ലാത്ത രീതിയിലാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഉണ്ടായിരുന്നത്. സ്തോത്രം. മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രൈസലാമൻ തന്നെത്താൻ താഴ്ത്തി, ഒന്നുമില്ല എന്ന ദൈവസന്നിധിയിൽ ദൈവം താഴ്ത്തി, ഒന്നുമില്ല, തന്നെത്താൻ താഴ്ത്തി ഒരു മനുഷ്യനെ പോലെ ഭൂമിയിലുണ്ടായിരുന്നു. സ്വർഗ മഹിമ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന കർത്താവ്. ആ ദൈവത്തിൻ്റെ സ്തോത്ര വചനമാണ് നാം പഠിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത് ദൈവത്തിന് സമർപ്പിക്കുക. ദൈവം നമ്മെ സഹായിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ദൈവം പലർക്കും കൃപാവരങ്ങൾ പല വിധത്തിലാണ് ദൈവം കൊടുത്തത്. ദൈവം കൊടുത്തതായ ദാനമാണ് ദൈവത്തിൻ്റെ കൃപ. ഈ കൃപ ഏത് നിമിഷവും നശിച്ചു എപ്പോഴാണെന്നറിയാകത്തില്ല, നശിച്ചു പോകാനിടയായിത്തീരും. കാരണം നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലയിൽ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതമൊക്കെ ദൈവഹിതമില്ലെങ്കിൽ ഈ കൃപയൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് വിശുദ്ധിയിലാണ് ഈ കൃപ നിലനിൽക്കുന്നത്. പലർക്കും ഇതറിയത്തില്ല. അവർ വിചാരിക്കുന്ന യേശുവിനെ വിശ്വസിക്കുന്നവരൊക്കെ തോന്നിയണക്ക് ജീവിക്കുന്നതെന്നാണ്. അതൊക്കെ തെറ്റാ. കാരണം എന്ന് പറയുമ്പോൾ വിശുദ്ധി ഉണ്ടെങ്കിലേ ദൈവകൃപ നിലനിൽപ്പുള്ളൂ. വിശുദ്ധി ഇല്ലെങ്കിൽ ദൈവകൃപ കാണത്തില്ല, ദൈവകൃപ നഷ്ടപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവമാണ്. ഇവിടെ കർത്താവ് വരുന്നത് തന്നെ വിശുദ്ധന്മാരെ ചേർക്കാനാണ്. കർത്താവിനാൽ വിളിക്കപ്പെട്ട, അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച അവൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് ദൈവം വരുന്നത്. പ്രത്യേക ഒരു വിശുദ്ധന്മാരൊന്നുമില്ല. ആരെങ്കിലും അങ്ങനെ പറയുന്നെങ്കിൽ അത് പൊക്കി പറയുക. കാരണം ഞങ്ങളുടെ വിശുദ്ധരാണ്. അങ്ങനെ പൊക്കി പറഞ്ഞ പ്രീശലാമേ താഴ്ത്തപ്പെടും. ഇല്ല, കൃപയിൽ അത്രേ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹവും ഉയർച്ചയും ഉണ്ടാകും.
അതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ മേഖലകളിൽ മനുഷ്യൻ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എല്ലാ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. താഴ്മയോടെ ജീവിക്കണം. ഒന്നുമില്ല എന്ന് സമ്മതിക്കണം. പലർക്കും അതാണ് പറ്റാത്തത്. പലരും സമ്മതിക്കത്തില്ല. തർക്കിക്കുന്നവരാ പലരും. എന്തെങ്കിലും പറഞ്ഞാൽ തർക്കമാണ്. എന്താന്ന് ചോദിച്ചാൽ പ്രീശലാമിന് കീഴ്പ്പെടാൻ വയ്യ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് തന്നെത്താൻ താഴ്ത്തി ജീവിക്കണം. ഒന്നുമില്ല, ദൈവകൃപയാണ്. ദൈവമാണ് എന്നെ എത്രത്തോളം നടത്തിയത്. ദൈവമാണ് എന്നെ എത്രത്തോളം കൊണ്ടുവന്നത്. എൻ്റെ കഴിവല്ല എന്ന് സ്വയം സമർപ്പിച്ച് ജീവിക്കുന്ന ജീവിതത്തെയാണ് ദൈവം ഉയർത്തുന്നത്. എളിയ ജനത്തെ രക്ഷിക്കുന്നു. താഴ്മയുള്ളവർക്ക് കൃപ കടാക്ഷിക്കുന്നു. അപ്പോൾ എളിമ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയാണ് ദൈവവചനം പഠിപ്പിക്കുന്നവർ. പ്രൊഫസലാമേ സ്തോത്രം. നാം എത്ര ഉയർച്ചയിൽ ചെന്നെത്തിയാലും പല കാര്യങ്ങളും നമുക്ക് അറിയാമെങ്കിലും പല ഉന്നതമായ ഉദ്യോഗസ്ഥനായിരുന്നാലും വിവിധ രാജ്യങ്ങളിൽ നാം വലിയ നിലയിലിരുന്നാലും ഹൃദയത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? താഴ്മയും വിധിയും വേണം. ദൈവഭയം ഉണ്ടാവണം. തന്നെത്താൻ താഴ്ത്തി തന്നെ ജീവിക്കണം. പുകഴ്ത്തി പറയാൻ പാടില്ല. മാത്രമല്ല അഹങ്കാര രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ നാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? താഴ്ന്നു. ആത്മീയ ജീവിതത്തിൽ മനുഷ്യൻ എത്ര പേരുണ്ട് ലോകത്തിൽ ഉയർത്തപ്പെട്ടത്? കാരണം തന്നെത്താൻ താഴ്ത്തുന്നവരാണ് ഉയർത്തപ്പെടുന്നത്. സ്തോത്രം. ഈ തന്നെത്താൻ താഴ്മയില്ലാത്തവർക്ക് ഉയർച്ചയില്ല. അപ്പോൾ നമ്മുടെ ഇടപെടലിൽ, സഹകരണത്തിൽ, ജീവിത മേഖലകളിൽ നമുക്ക് വേണ്ടത് താഴ്മയാണ്. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരൂ. എന്തൊക്കെയോ പുകഴ്ത്തി പറഞ്ഞ് നമ്മുടെ ജീവിതം വെറുതെ നശിപ്പിച്ചു കളഞ്ഞാൽ നമുക്കൊരിക്കലും ഉയർച്ച ഉണ്ടാകാൻ കഴിയില്ല. ദൈവം പ്രേക്ഷലാകയാൽ തൻ്റെ വചനം അയച്ച് നമ്മെ വിടുവിക്കും. ഉന്നത ഭാവമുള്ളവർക്ക് ദൈവം കടാക്ഷിക്കുന്നില്ലെന്നാണ് വചനം പറയുന്നത്. ഉന്നത ഭാവം അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകില്ല. താഴ്മയോടെ തന്നെത്താൻ പുകഴ്ത്തി പറയാതെ നമ്മെ പ്രേക്ഷലാമൊന്നുമില്ല എന്ന് സമർപ്പിച്ചുകൊണ്ട് നാം ദൈവസ്ഥനെ താഴ്ത്തി നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. സൊദോം ഗൊമോറയിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുമെന്ന് ദൈവ സന്ദേശം എത്തിയപ്പോൾ അവർ രട്ടിലും വെണ്ണുള്ളിലും ഇരുന്ന് പൂഴി മണ്ണ് വാരി എറിഞ്ഞ് അവർ ദൈവസ്ഥാനത്തിൽ താഴ്മയോടെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ന്യായവിധിയിൽ ദൈവം വിടുതൽ കൊടുത്തു. അതൊരു താഴ്മയുടെ ഒരു പ്രാർത്ഥനയാണ്. കാരണം നിനവേക്കാർ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചത് തന്നെത്താൻ താഴ്ത്തി ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് ന്യായവിധിയിൽ നിന്ന് വിടുതൽ കൊടുത്തു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നോഹയും കുടുംബവും അന്ന് ജലപ്രളയത്തിൽ രക്ഷപ്പെട്ടത് നോഹ ദൈവകൃപയും താഴ്മയും താഴ്മയോടെ
ജീവിച്ചതുകൊണ്ടാണ് 8 പേരന്ന് ജലപ്രളയത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചത്. കാരണം അവരുടെ താഴ്മ ഇനിയും ദൈവഭക്തൻ എന്നൊക്കെ പറയുമ്പോൾ, ദൈവകൃപ ലഭിക്കുക എന്ന് പറയുമ്പോൾ താഴ്മയുള്ളവർക്ക് ലഭിക്കും. അതുകൊണ്ടാണ് കുടുംബം രക്ഷപ്പെട്ടത്. മറ്റുള്ള ജനങ്ങൾ അനവധി കൊണ്ട് അവരൊക്കെ വലിയ ഉന്നത ഭാവമുള്ളതായതുകൊണ്ടാണ് ദൈവവചനം അവർ ശ്രവിക്കുവാൻ അവർ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് ജലപ്രളയത്തിൽ അവരെല്ലാം നശിച്ചുപോയി. ഇതുപോലെയാണ് സുവിശേഷമായ യേശുക്രിസ്തുവിനെ ആരെങ്കിലും പറയുമ്പോൾ താഴ്മയോടെ കേൾക്കുവാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ രക്ഷ നഷ്ടപ്പെടുകയാണ്. ഈ സന്ദേശം പറയുമ്പോൾ താഴ്മയോടെ കേട്ട് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഈ രക്ഷ കരസ്ഥമാക്കാൻ കഴിയൂ. താഴ്മയാണ്, വിനയമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് മനസ്സിലാക്കാതെയാണ് പലരും മറുപടി പറയുന്നത്. നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് എന്താണ് പറയുന്നത് അത് കേട്ട് മനസ്സിലാക്കി വേണം മറുപടി പറയേണ്ടത്. ചിലർ സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അവർ മാത്രമേ സംസാരിക്കൂ, വേറെ ആർക്കും സംസാരിക്കാൻ പറ്റത്തില്ല. അവരിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ അങ്ങ് തുടങ്ങും. മറ്റുള്ളവർക്കും സംസാരിക്കാൻ പറ്റത്തില്ല. ചിലർ സംസാരിക്കും, മറ്റൊരാൾ പറയുന്ന അങ്ങോട്ട് പറയുന്നത് ശ്രദ്ധിക്കത്തില്ല. അദ്ദേഹം പറയുന്നത് മാത്രം നമ്മളെ കേട്ടോണം. ഇങ്ങനെയുള്ള താഴ്മയില്ലാത്ത തന്നെത്താൻ ഉയർത്തി സംസാരിക്കുന്ന അനേകരെ കാണാൻ കഴിയും. ഭാവിക്കുന്നതും മീതെ ഭാവിച്ചുയരുന്ന ചില സംഭാഷണങ്ങൾ ലോകത്തുണ്ട്. എല്ലാ നിലയിലും സ്തോത്രം. ഒരു ദൈവ പൈതൽ ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കുക, ക്ഷമയോടെ ജീവിക്കുക, താഴ്മയോടെ ആ സ്തോത്രം ഇടപെടുക, തന്നെത്താൻ താഴ്ത്തി ജീവിക്കുക. തന്നെത്താൻ ഉയർത്താൻ പാടില്ല. തന്നെത്താൻ ഉയർത്തിയാൽ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടും. നമ്മൾ ശൂന്യതയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തന്നെത്താൻ താഴ്ത്തുന്നവരാണ് ഉയർത്തപ്പെടുന്നത്. ആത്മീയ അർത്ഥത്തിൽ അനുഗ്രഹമായി ആത്മീയ തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ അനുഗ്രഹം അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ നമ്മൾ ആൾക്കാർ പറയുന്നത് പോലെ താഴ്ന്ന നിലത്തൂടെയാണ് നീരൂർ വലിയ വെള്ളം വരുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ യേശുക്രിസ്തുവിൽ കൂടെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ തന്നെത്താൻ താഴ്ത്തിയെങ്കിലും പറ്റും. ഒന്നുമില്ലെന്ന് സമ്മതിക്കണം. ചിലർ വിദ്യാഭ്യാസത്തെ പൊക്കി പറയുന്നവരുണ്ട്, ചിലർ കഴിവുകളെ പൊക്കി പറയുന്നവരുണ്ട്, ചിലർ പാരമ്പര്യത്തെ പൊക്കി പറയുന്നവരുണ്ട്. ഇപ്പോൾ ലോകത്തിൽ പാരമ്പര്യമായി ക്രിസ്തുവിൽ ജീവിക്കുന്ന അനേകരുണ്ട്. അവർ ഒരിക്കലും വളരെ താഴ്ത്തി പറയില്ല. അവർ പുകഴ്ത്തിയാണ് പറയുന്നത്, തന്നെത്താൻ ഉയർത്തിയ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ പിന്നീടുള്ള തലമുറയ്ക്ക് അനുഗ്രഹം ഉണ്ടാകില്ല. കാരണം ഇങ്ങനെ പൊക്കി പറയുമ്പോൾ നമ്മെ തന്നെ പ്രശംസിച്ചുകൊണ്ട് നമ്മെ പൊക്കി പറയാൻ പാടില്ല. എപ്പോഴും ദൈവികമായ അച്ചടക്കവും സമീപനവും ഒക്കെ നമുക്കുണ്ടാകണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി തീരുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും പാടില്ല. ഒരു സമൂഹത്തായിരിക്കുമ്പോൾ പലരുമുണ്ട്. അവരുടെ നടുവിൽ നമ്മൾ വിധേയപ്പെട്ടും ഒക്കെ ജീവിച്ചെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൈസ കണ്ടമാനം പലർക്കും ഉണ്ട്. പൈസ ഉണ്ടായെന്ന് വിചാരിച്ചാൽ ദൈവാനുഗ്രഹങ്ങളൊന്നുമല്ല. കാരണം എത്രയോ പേര് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ പണക്കാരുണ്ടെന്നറിയോ? അത് അതുപോലെയുള്ള പണം, പൈസ അത് നമുക്കുണ്ടാകുന്നത് അത് ചെലവാക്കുവാനാണ്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർക്കും പൈസ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു പോകുന്നത്, ദൈവത്തെ അറിയാതെ എത്രയോ പേര് ജീവിക്കുന്നു. അവരുടെ കയ്യിലൊക്കെ ഒരുപാട് പൈസയുണ്ട്.
അപ്പോൾ പൈസ കൈ വരുമ്പോഴാണ് അനുഗ്രഹം എന്ന് പറയുന്നത് വെറും തെറ്റാണ്. സ്തോത്രം. എന്നാൽ ദൈവം യേശുസ്വാമി ഇതൊക്കെ തരുവാൻ ശക്തനായ ദൈവമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഏത് സ്ഥലത്തിരുന്ന് ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നൊരു സന്ദേശമാണ്, ദൈവസന്നിധിയിൽ ഒന്നുമില്ല എന്ന് സമ്മതിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദൈവസന്നിധിയിൽ തന്ന കൃപയാണെന്ന് നാം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ആത്മീയ ലോകത്ത് നമുക്ക് നിൽക്കാൻ കഴിയും. ജീവിതത്തിൻ്റെ മേഖലകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. പരിശുദ്ധാത്മാവിൻ്റെ വഴിയിൽ നമ്മെ പരിപാലിക്കും. നാം പ്രാർത്ഥിക്കുക, ദൈവം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത അനുഗ്രഹങ്ങളെ തരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകത്തിൽ വിടിയിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ ഉത്തരമരുളുന്നു. തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന വിലയേറിയതാകുന്നു. ചെവി ചായ്ച്ച് കേട്ട് ഉത്തരമരുളുന്നു. പറഞ്ഞാൽ ചെവി ചായ്ച്ച് കേട്ട് ഉത്തരമരുളുന്നു ആരാ? ദൈവം. ദൈവം യേശുസ്വാമി ചെവി ചായ്ച്ച് കേട്ട് ഉത്തരമരുളുകയാണ്. ദൈവം യേശുസ്വാമി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരും. മുട്ടുവിൻ തുറക്കപ്പെടും, യാചിപ്പിൻ കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ദൈവം ഉത്തരം തരും. അതിന് യാതൊരു സംശയമില്ല. കാരണം ദൈവം നമ്മുടെ പ്രാർത്ഥന, നിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ സ്ഥിതിക്കൊക്കെ മാറ്റം ഉണ്ടാകും. നിന്റെ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകും. ദൈവം നമുക്ക് വിശാലത തരും. നമ്മുടെ അതിരുകളെ വിശാലമാക്കും ദൈവം. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറും. ഇസ്ലാമേ, നമ്മുടെ പ്രയാസങ്ങൾ മാറും. നമുക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം ഇസ്ലാമെ ദൈവത്തിൻ്റെ കരമയച്ച് പ്രവർത്തിപ്പാനിടയായിത്തീരും. നന്മ പ്രാപിക്കില്ല എന്ന് വെല്ലുവിളിച്ചു കൊണ്ടുവരുന്ന പൈശാചിക മണ്ഡലങ്ങളെ ദൈവം തകർക്കും, പൊട്ടിക്കും. യേശുവിൻ്റെ നാമത്തിൽ പൊട്ടും. ആത്മീയ തലത്തിൽ മുന്നോട്ട് പോകില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തെ ദൈവം പൊട്ടിക്കും, കെട്ടഴിക്കും. എഴുതാം. ദൈവം നമ്മെ ജയത്തോടെ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിശാച് ബ്രീസലാമെ അവൻ്റെ പ്രവൃത്തി അവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് നടുവിൽ സ്തോത്രം ദൈവം ബ്രീസലോ തൻ്റെ കരമയച്ച് വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ വ്യവസ്ഥകളും ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ആലോചനകളൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് നിറവേറ്റിത്തരുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, എന്തെങ്കിലും ഭാരപ്പെട്ട് ജീവിതത്തിൽ ആയിരിക്കുന്നെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവം വിടുവിക്കും. ദൈവത്തിൻ്റെ കരമിറങ്ങും. ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം യേശുസ്വാമി നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ്. ലോകം നമ്മെ യോഗ്യരായി എണ്ണില്ല. ശത്രുക്കൾ നമുക്കെതിരായി പ്രവർത്തിക്കും. എന്നാൽ നടുവിൽ യേശു അനുകൂലമായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. സോദരം, നിന്ദകളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും കടന്നു വന്നാലും ദൈവം അവിടെ നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവം യേശുസ്വാമി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എനിക്കും നിനക്കുമായി ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. പക്ഷേ ഇതേ ഉള്ളൂ, ഒന്നുമില്ലെന്ന് സമ്മതിക്കണം.
അതാണ് പലർക്കും ആ സ്തോത്രം സമ്മതിക്കാത്തൊരു വിഷയം. അതാണ് തന്നെത്താൻ പുകഴ്ത്തി പറയലും. അതൊരു വിഷയമാണ്. തന്നെത്താൻ പുകഴ്ത്തി പറയുന്നവരാണ് ലോകത്തുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, തന്നെത്താൻ താഴ്ത്തി പറഞ്ഞാൽ ദൈവം ഉയർത്തും. ദൈവീയ അനുഗ്രഹം വേണമെങ്കിൽ, ഉയർച്ച വേണമെങ്കിൽ ഒരേ മാർഗമുള്ളൂ, പ്രാർത്ഥന മാത്രമല്ല. ശനിയാഴ്ചയും പ്രാർത്ഥിച്ചാൽ മതി, ഉപവസിച്ചാൽ മതി, ദശാംശം കൊടുത്താൽ മതി, കുറെ അന്യഭാഷ സംസാരിച്ചാൽ മതി, കർത്താവിൻ്റെ വേല ചെയ്താൽ മതി, വചനം പഠിച്ചാൽ മതി, പ്രസംഗിച്ചാൽ മതി ഒക്കെ ചിലർ പറയും. അതാണ് ഉയർച്ചയെന്ന്. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് തന്നെത്താൻ താഴ്ത്തിയെങ്കിലേ ഉയർച്ച ഉണ്ടാകുമെന്നാണ്. ദൈവം ഉയർത്തണമെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് ഉയർച്ച. ലോകത്തിൽ പലരെയും പഠിപ്പിക്കുന്ന, കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതിനാ വിദ്യാഭ്യാസമുള്ളവരായി അവർ ജോലി പഠിച്ച് നല്ല ഉയർച്ചയോടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് അവരെ പഠിപ്പിക്കുന്നത്. കാരണം ഒന്നേന്നും പറഞ്ഞ് താഴ്മയോടെ ഒന്നേന്നും പറഞ്ഞാൽ കയറി വരുന്നു. 1, 2, 3 എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ പഠിച്ച് ഇങ്ങനെ മേലോട്ട് കയറി വരികയാണ്. ആ ഒന്നേന്നുള്ള താഴ്മയിൽ കൂടെ കടന്ന് 12ാം ക്ലാസ്സിലൊക്കെ ആയി, പിന്നെ അങ്ങോട്ട് ഡിഗ്രികൾ പഠിച്ച് പിന്നെ ജോലിയിലായി നല്ല ഉയർച്ചയിലേക്ക് ആകുന്നതിന് വേണ്ടിയാണ് ഈ പഠിപ്പിക്കുന്നത്. ആ രീതി പോയില്ലെങ്കിൽ നമുക്ക് ഉന്നത നിലയിലെത്താൻ കഴിയില്ല. അതാണ് ഗവൺമെൻറ് വ്യവസ്ഥ എന്ന് പറയുന്നത് പോലെ. ആത്മീയ ലോകത്തിൽ നാം താഴ്മയോടെ ഒന്നേന്നും പറഞ്ഞ് നാം താഴ്ത്തി ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാകുമെന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. ഉയർത്തും. ഉയർച്ച വേണമെങ്കിൽ ഇതാ തന്നെത്താൻ പുകഴ്ത്തി പറയില്ല. ഞാൻ ഇങ്ങനെയായിരുന്നു, അവിടെ ആയിരുന്നു, എനിക്ക് പ്രൈസലാമേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പ്രൈസല പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, നിനക്ക് ഉയർച്ച വേണമെങ്കിൽ, സാമ്പത്തിക ഉയർച്ച, ആത്മീയ ഉയർച്ച, ഇതൊക്കെ വേണമെങ്കിൽ ഒരേ കാര്യങ്ങൾ തന്നെത്താൻ താഴ്ത്തണം. പൊക്കി പറയലും, തന്നെത്താൻ പൊക്കി പറയലും. പ്രൈസലാമേ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് താഴ്ച സംഭവിക്കും. ആരെങ്കിലും ദൈവഭാഗത്ത് വന്നിട്ട് താഴ്ച മാത്രമേ ഭവിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ തന്നെത്താൻ ഉയർത്തി പറയാൻ പാടില്ല, സ്വയം ഉയർത്തി പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ എല്ലാ കഴിവുകളും നഷ്ടപ്പെടുകയാണ്, ദൈവ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുകയാണ്. കാരണം ദൈവ വാഗ്ദത്തങ്ങളും നഷ്ടപ്പെടുകയാണ്. കാരണം തന്നെത്താൻ പുകഴ്ത്തി പറഞ്ഞാൽ താഴ്ത്തപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് എനിക്ക് പ്രൈസലാമേ, അതുകൊണ്ട് ദൈവം എനിക്ക് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്നെ വിളിച്ച് ഇറങ്ങി തിരിച്ചതാണ്, ദൈവം എന്നെ വിളിച്ചതാണ്, സ്തോത്രം, ദൈവ ശബ്ദം കേട്ട് എന്നൊക്കെ തന്നെത്താൻ പുകഴ്ത്തി പറയാൻ പാടില്ല. പറഞ്ഞാൽ വരുന്ന സംഭവം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഉയർച്ച ഉണ്ടാവില്ല. നേരെ മറിച്ച് സ്തോത്രം വളരുക, ഒന്നുമില്ല, ദൈവകൃപ പുകഴ്ത്തി പറയാതെ ദൈവസ്ഥനിൽ നിലനിന്ന് പ്രാർത്ഥിച്ച് ദൈവസ്ഥനിൽ മുന്നേറാമെങ്കിൽ ദൈവം അനുഗ്രഹിപ്പാനിടയായിത്തീരും. ഞാൻ പറയുന്നത് പ്രാർത്ഥനയല്ല ഉയർച്ച. 1, പ്രാർത്ഥനയിലല്ല ഉയർച്ച. 2, പ്രസംഗത്തിലല്ല ഉയർച്ച. 3, ആരാധനയിലല്ല ഉയർച്ച. 4, നീ സഭയിൽ സഹായിക്കുന്നതല്ല ഉയർച്ച. നീ ദൈവമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ല ഉയർച്ച. മറിച്ച് ഉയർച്ച വേണമെങ്കിൽ തന്നെത്താൻ താഴ്ത്തണം. താഴ്ത്തിയാൽ ഉയർച്ചയുണ്ടാവും. മറ്റുള്ളവർ ഉയർച്ച കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. സ്തോത്രം. ആത്മീയമായി ഉയർച്ചയുള്ളവരുണ്ട് ലോകത്ത്. അവരുടെ ഉയർച്ച കണ്ട് നീ എന്ത് ചെയ്യണം? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ഒന്നുമില്ലെന്ന് സമ്മതിക്കണം. എങ്കിൽ മാത്രമേ ദൈവസ്ഥാനത്ത് ഉയർച്ച ഉണ്ടാകുമെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ ദൈവസ്ഥാനത്ത് താഴ്മയോടെ, വിധേയത്തോടെ
ആത്മാവിനോട് അനുസരിച്ച് ജീവിക്കുന്നത് കാണാൻ കഴിയും. പ്രൈസലാമേ. സങ്കീർത്തനങ്ങളിലൊക്കെ ദാവീദ് എഴുതിയിട്ട് സങ്കീർത്തനങ്ങളിലൊക്കെ ദാവീദ് പറയുന്നുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കും. കാരണം യഹോവൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ ഭയപ്പെടും. ദൈവസ്ഥാന താഴ്മയോടെ താൻ പ്രൈസലാമേ ദൈവത്തെ പുകഴ്ത്തി പറയുകയാണ്. സ്വന്തമായി പുകഴ്ത്തി പറയുകയല്ല. സ്തോത്രം. തന്നെ ദൈവസ്ഥാനത്തിൽ ദൈവത്തെ പുകഴ്ത്തി പറയുന്നത് കൊണ്ട് ദൈവ ഉയർച്ച ഉണ്ടായി. അതുകൊണ്ട് ദൈവ ഉയർച്ച വേണമെങ്കിൽ തന്നെത്താൻ താഴ്ത്തണം. താഴ്ത്തി പറഞ്ഞാൽ ദൈവം ഉയർത്തും. തന്നെത്താൻ പുകഴ്ത്തി പറഞ്ഞാൽ താഴ്ത്തപ്പെടും. ദൈവത്തെ ഉയർത്തി പറഞ്ഞാൽ ദൈവം നമ്മെ ഉയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവം നമ്മൾക്കുണ്ടാകട്ടെ. ആമേൻ.